കാർഷിക വാർത്തകൾ. ഏലക്ക ലഭ്യത കുറയുമെന്ന കണക്കുകൂട്ടൽ. വിപണിയിൽ മത്സരം കനക്കുന്നു. കുരുമുളകിന്റെ ലഭ്യത കുറഞ്ഞു. നാളികേര ഉൽപ്പാദന രാജ്യങ്ങളിൽ ചരക്ക് ക്ഷാമം. ഏലക്ക സംഭരിക്കാൻ കയറ്റുമതിക്കാരും ആഭ്യന്തര ഇടപാടുകാരും മത്സരിച്ചു. വരണ്ട കാലാവസ്ഥ കണക്കിലെടുത്താൽ അടുത്ത മാസം മുതൽ ലഭ്യത ഗണ്യമായി കുറയുമെന്ന ആശങ്കയിലാണ് വാങ്ങലുകാർ. ഒട്ടുമിക്ക ഭാഗങ്ങളിലും വിളവ് 1/5 ചുരുങ്ങിയെന്ന് ഉൽപ്പാദകർ. വേനൽ കനത്തതോടെ തോട്ടങ്ങൾ വരണ്ടു ഉണങ്ങി. സുഗന്ധഗിരിയിൽ നടന്ന ലേലത്തിൽ 45,062 കിലോ ചരക്കിന്റെ ഇടപാടുകൾ നടന്നു. ശരാശരി ഇനങ്ങൾ കിലോ 2,532 രൂപയിൽ കൈമാറി. മികച്ച ഇനങ്ങൾ 3,103 രൂപ. കൊച്ചി വിപണിയിൽ കുരുമുളക് വരവ് ചുരുങ്ങിയിട്ടും ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നും അന്വേഷണങ്ങൾ കുറഞ്ഞതിനാൽ നിരക്ക് സ്റ്റഡിയായി നിലകൊണ്ടു. സാമ്പത്തിക വർഷാന്ത്യം അടുത്തതോടെ വിപണിയിൽ പണത്തിന് ഞെരുക്കം അനുഭവപ്പെടുന്നതും ഉൽപ്പന്നങ്ങളിലെ വാങ്ങൽ താൽപര്യം കുറയാൻ ഇടയാക്കി. അൺഗാർബിൾഡ് കുരുമുളക് 68,700 രൂപയിൽ വിപണനം നടന്നു. ദക്ഷിണേന്ത്യയിൽ എന്ന പോലെ പ്രതികൂല കാലാവസ്ഥയിൽ വിയറ്റ്നാമിലും നാളികേര ഉൽപ്പാദനം ചുരുങ്ങി. ചൈനയിൽ നിന്നും വൻ ഓർഡറുകൾ വിയറ്റ്നാമിന് ലഭിച്ചെങ്കിലും ചരക്ക് ക്ഷാമം സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ നാളികേര വില 110% ഉയർന്നു. തായ്ലാന്റും മലേഷ്യയുമാണ് വിയറ്റ്നാം നാളികേരം നേരത്തെ ശേഖരിച്ചിരുന്നത്. എന്നാൽ ഒക്ടോബറിൽ അവർ ചൈനയിലേക്ക് കയറ്റുമതി തുടങ്ങിയത് ആഭ്യന്തര വിപണി ചൂടുപിടിക്കാൻ ഇടയാക്കി. കേരളത്തിൽ കൊപ്ര വിലകൾ 300 രൂപ വർദ്ധിച്ച് 17,200 രൂപയായി. വിളവെടുപ്പ് വേളയെങ്കിലും ചരക്ക് ക്ഷാമം ഇവിടെയും രൂക്ഷമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലക്ക വില കുത്തനെ ഇടിഞ്ഞു. ഒരു മാസത്തിനിടെ 700 രൂപയിലധികമാണ് കുറഞ്ഞത്. ഒരു മാസത്തിനിടെ ഏലക്ക വില ശരാശരി 2,400 മുതൽ 2,500 രൂപ വരെ എത്തി. അതേസമയം സ്പൈസസ് ബോർഡിന്റെ ഈ ലേലത്തിൽ ഏലക്ക റീപൂളിംഗ് നടത്തി വില കുത്തനെ ഇടിക്കുന്നുവെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. 3 മാസത്തിലേറെ 3,000-നും 2,900-നും ഇടയിൽ വില ഉയരുന്നതിനിടെ പെട്ടെന്നുണ്ടായ ഇടിവ് കർഷകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ റമദാൻ ആഘോഷത്തോടനുബന്ധിച്ച് ഏലക്കയുടെ ആവശ്യം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വില ഉയരുമെന്നാണ് പ്രതീക്ഷ. ഉൽപ്പാദനക്കുറവിനിടെ ഉണ്ടായ വിലയിടിവ് കാർഷിക മേഖലയെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. കഴിഞ്ഞ വർഷത്തെ വരൾച്ചയിൽ ഇടുക്കി ജില്ലയിലെ 60% ഏലം കൃഷിയാണ് നശിച്ചത്. 100 കോടി വരെയാണ് നഷ്ടം. 16,220 ഹെക്ടർ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി. കൂടാതെ ഇത്തവണ തുടർച്ചയായി വേനൽ മഴ പെയ്താൽ കൃഷിനാശം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ വിപണികൾ തേടി ഇന്ത്യൻ തേയില വ്യവസായം. ഇന്ത്യൻ തേയില കയറ്റുമതി മത്സരശേഷി വർദ്ധിപ്പിക്കണമെന്ന പാർലമെന്ററി കമ്മിറ്റി ശുപാർശ. വിപണിയിലെ കിടമത്സരവും രാജ്യസംഘർഷങ്ങളും മൂലം തേയില കയറ്റുമതിക്ക് പുതിയ വിപണികൾ തേടുകയാണ് ഇന്ത്യ. പുതിയ വിപണികൾക്കായി പഠനം നടത്താൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം, കെനിയ, ശ്രീലങ്ക, വിയറ്റ്നാം, മലാവി, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരം എന്നിവയാണ് ഇന്ത്യൻ തേയിലയ്ക്ക് ഭീഷണിയായതെന്ന് കമ്മിറ്റി വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ തേയില കയറ്റുമതി കഴിഞ്ഞ വർഷം 9.9% വർദ്ധിച്ച് 254 ദശലക്ഷം കിലോഗ്രാമായി ഉയർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന തുടങ്ങിയ വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ചെറുകിട തേയില കർഷകർക്ക് കൂടി ലഭ്യമാക്കണമെന്നും കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലണ്ടൻ എക്സ്പോയിൽ താരമായത് ഇന്ത്യൻ മാമ്പഴവും ബിരിയാണിയും. ഇന്ത്യ പവലിയനിലെ തദ്ദേശീയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ശ്രദ്ധ കവർന്നു. ലണ്ടനിൽ നടന്ന ഇന്റർനാഷണൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഇവന്റിൽ പ്രധാന ആകർഷകമായത് ജൈവ ഉൽപ്പന്നങ്ങൾ, തിന, മാമ്പഴം, പേരയ്ക്ക, മാതള നാരങ്ങ എന്നിവ. അഗ്രികൾച്ചറൽ പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പെർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 16 കയറ്റുമതിക്കാർ പരിപാടിയുടെ ഭാഗമായി. കർഷകർ, ഉൽപ്പാദകർ, സംരംഭകർ എന്നിവർക്ക് അവസരങ്ങൾ കണ്ടെത്തുന്നതിനായി വൈവിധ്യമാർന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ എന്നിവയുൾപ്പെടെ തദ്ദേശീയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യ പവലിയനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ പ്രീമിയം ശ്രേണിയും ഓൾഡ് മങ്ക് കോഫി, ജാമുൻ ജിൻ, ജയ്സാൽമിർ ജിൻ തുടങ്ങിയ ഇന്ത്യൻ മദ്യത്തിന്റെ ശേഖരവും പ്രദർശിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ പുകയില വില കുറയുന്നു. പ്രധാന ഉൽപ്പാദക രാജ്യങ്ങളിൽ ഉൽപ്പാദനം സാധാരണ നിലയിലേക്ക് എത്തിയതാണ് വില ഇടിയാൻ കാരണമാകുന്നത്. ഇന്ത്യൻ പുകയിലയുടെ ഡിമാൻഡ് കുറയും. 4 വർഷത്തെ മികച്ച ഡിമാൻഡിന് ശേഷമാണ് പുകയിലയുടെ വില കുറഞ്ഞു തുടങ്ങുന്നത്. ബ്രസീലിലും സിംബാബ്വേയിലും ഉൽപാദനം സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങി. ഇത് ഈ വർഷം ഇന്ത്യൻ പുകയിലയുടെ ആവശ്യത്തിൽ കുറവുണ്ടാക്കും. നിശ്ചിത നിലവാരത്തിനപ്പുറം ഉൽപാദനം വർദ്ധിപ്പിക്കരുതെന്ന് കഴിഞ്ഞ വർഷം തന്നെ പുകയില ബോർഡും ഇന്ത്യൻ പുകയില അസോസിയേഷനും കർഷകർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു.
കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള പുകയില കയറ്റുമതി 2.5 മടങ്ങ് വർദ്ധിച്ചു. 2020-21 6,496 കോടി രൂപയിൽ നിന്ന് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 11 മാസങ്ങളിൽ കയറ്റുമതി 15,000 കോടി കവിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ സോയാബീൻ ഉൽപാദന കണക്കുകളിൽ വൈരുദ്ധ്യം. സർക്കാർ ഡാറ്റയും വ്യവസായ ഡാറ്റയും തമ്മിൽ 10% വരെ വ്യത്യാസമുള്ളതായാണ് ആരോപണം. സോയാബീനിന്റെ ഉൽപാദന കണക്കുകൾ പരസ്പര വിരുദ്ധമാണെന്ന ആരോപണമാണ് വ്യവസായ ലോകം ഉന്നയിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ മുൻകൂർ കണക്കുകൾ പ്രകാരം 2024-25 ഖാരിഫ് മാർക്കറ്റിംഗ് സീസണിൽ രാജ്യത്ത് സോയാബീൻ ഉൽപാദനം 15.1 ദശലക്ഷം ടൺ എത്തിയെന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ വ്യവസായ മേഖലയുടെ കണക്ക് പ്രകാരം ഇത് വെറും 12.6 ദശലക്ഷം ടണ്ണാണ്. നിലവിൽ മൊത്ത വ്യാപാര വിപണിയിൽ സോയാബീൻ എണ്ണയുടെ വില കിലോഗ്രാമിന് 129 മുതൽ 132 ആണ്. സർക്കാരും സോയാബീൻ സംസ്കരണ കമ്പനികളും തമ്മിൽ വില നിശ്ചയിക്കുന്നതിൽ ധാരണയിലെത്തിയിട്ടില്ലെന്നാണ് വിപണി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഭക്ഷ്യ എണ്ണ വില ഉയർന്ന നിലയിൽ തുടരുമെന്നാണ് വ്യവസായ ലോകം നൽകുന്ന സൂചന. കൃഷിഭൂമിയിൽ ഗണ്യമായ ഇടിവുണ്ടായിട്ടും സർക്കാരിന് മാത്രം ഉയർന്ന ഉൽപാദനം എങ്ങനെ സാധ്യമായെന്നാണ് വ്യവസായ ലോകം ചോദിക്കുന്നത്. 5 മുതൽ 10% വരെയാണ് ഉൽപാദന കണക്കുകളിൽ വ്യത്യാസമുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 204, RSS 5 200, ലാറ്റക്സ് 136, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 200, കാപ്പിക്കുരു 300, കൊക്കോ പരിപ്പ് 400, കുരുമുളക് ഗാർബിഡ് 70,700, കുരുമുളക് അൺഗാർബിഡ് 68,700, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 25,300, കൊപ്ര 17,400, ചുക്ക് 22,500.